വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പനി നൽകുന്ന അല്ലാതെ കുറെ അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഗാർഡ് ആയാലും ഈ ബാക്കിലെ ലഗേജ് റാക്ക് ആയാലും അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പിന്റെ ആയാലും ഇതെല്ലാം നമ്മൾ അഡീഷണൽ വാങ്ങി വെച്ച് ഇതിനെല്ലാം കൂടി എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഞാൻ ഏകദേശം ഒരു 10,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഞാനത് ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഈ പറഞ്ഞു കഴിഞ്ഞാല് നല്ല ക്ലീൻ ആക്കി കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 3000 കിലോമീറ്ററിന് അടുപ്പിച്ചായി. സാധാരണ ഒരു വണ്ടിയിൽ കാണുന്ന ലൈൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ ആ തുണിയിൽ നിന്നൊക്കെ മൈക്രോ ഫൈബർ ക്ലോത്തിനകത്തു നിന്നൊക്കെ ചെറിയ ലൈൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു വണ്ടി ഇന്ന് റോഡിലേക്ക് ഇറക്കിയ സമയത്ത് കറക്റ്റ് എത്ര രൂപയായിട്ടുണ്ട്? കറക്റ്റ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ ഗാഡി ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പോൾ ഉള്ള വാഹനം ഒരു 2 വീലറാണ്. അതിന്റെ മാക്സിമം പെർഫോമൻസ് കൊണ്ട് ഏകദേശം 2023 നവംബറിലാണ് ഈ ഒരു വാഹനത്തിന്റെ സെക്കൻഡ് ജനറേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇത്രയും കാലം കൊണ്ട് ഏകദേശം 6500 യൂണിറ്റുകളാണ് ഈ ഒരു ഓഫ് റോഡ് വാഹനം വിറ്റഴിക്കപ്പെട്ടത്. ഈ വാഹനം മറ്റൊന്നുമല്ല, ദ ലെജൻഡറി റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ 450 ആണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു ബുള്ളറ്റ് ഹിമാലയൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാമോ എന്ന് പലരും നമ്മളോട് ചോദിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ നാളായിട്ട് തിരക്കി നടന്ന ഒരു വാഹനമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിറത്തിലുള്ള, അതായത് സ്ലേറ്റ് ഹിമാലയൻ സാൾട്ട് എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിറത്തിന് അറിയപ്പെടുന്ന പേര്. സാധാരണ നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത് കൊള്ളാമെന്ന് എനിക്ക് പറയാം. പക്ഷേ നമ്മുടെ വായിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കളർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ ഓണർഷിപ്പ് റിവ്യൂവുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. വാഹനത്തിൻ്റെ ഓവറോൾ ലുക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഹിമാലയനിൽ നിന്നും അടിമുടി വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 2023 നവംബർ 23-ാം തീയതിയാണ് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് എത്തുന്നത്. പഴയ ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യാനേ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വാഹനത്തിൻ്റെ ഒരു വീൽ ബേസ് ആയാലും ഹൈറ്റ് ആയാലും ലെങ്ത് ആയാലും എല്ലാം അടിമുടി റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻഫീൽഡിൻ്റെ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ലെജൻഡറി വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് എന്ന് പറയുന്ന വാഹനം പണ്ട് മുതൽക്ക് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു വാഹനമായിരുന്നു. എങ്കിലും യുവാക്കൾക്കിടയിൽ ഈ ഒരു വാഹനം തരംഗമായി മാറുന്നത് എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി വാഹനങ്ങൾ ഇറക്കിയത് മുതൽ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം സെയിലുണ്ടായിരുന്നു. എങ്കിലും നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നൊരു സിനിമ വന്നിരുന്നു. ദുൽഖർ സൽമാനും സണ്ണി വെയിനും കൂടി ഹിമാലയത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നാഗാലാൻഡിലേക്ക് പോകുന്നതായിട്ടായിരുന്നു ആ ഒരു സിനിമയുടെ തീം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇൻസ്പയർ ആയി ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന വാഹനം ഉപയോഗിച്ച് ലോങ് ജേണികൾ അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾ ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു ചിത്രമായിരുന്നു. അതിനുശേഷമായിരിക്കണം യുവാക്കൾ കൂടുതലായിട്ട് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന വാഹനത്തിനെ ലോങ് ജേണി അല്ലെങ്കിൽ ദൂര യാത്രകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട് തുടങ്ങിയത്. എന്നിരുന്നാലും നമുക്ക് വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു വാഹനത്തിന്റെ മുൻവശങ്ങളിലേക്ക് വരുമ്പോൾ അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതിഭയാനകമായിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ വാഹനമാണ് അല്ലെങ്കിൽ പവർ കൂടിയ ഒരു വാഹനമാണ് ഓടിക്കുന്നത് എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളും ഒന്നും നമുക്ക് തോന്നില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ അറിയാം, സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ മഡ് ഗാർഡുകൾ രണ്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ബമ്പർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതും ഈ ഒരു മഡ് ഗാർഡും വരുന്നത് മെറ്റലാണ് മിക്ക വാഹനങ്ങളും നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് റോയൽ എൻഫീൽഡ് അത്
പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കമ്പനിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രാഷ് ഗാർഡ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മൾ അഡീഷണലി വാങ്ങി വെച്ച സന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സൈഡ് ഗാർഡും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ഒരു ഹാൻഡ് ഗാർഡ്, ഇതെല്ലാം നമ്മുടെ ഓണറായിട്ടുള്ള അഖിൽ സെപ്പറേറ്റ് വാങ്ങി വെച്ചതാണ്. ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ നമുക്ക് കാണുവാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയ ഇൻഡിക്കേറ്റർ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നേരിട്ട് ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, എങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഭീകര ലുക്ക് നമുക്ക് വശങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. പുറകിലേക്ക് വരുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു സൈലൻസർ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം പഴയ അല്ലെങ്കിൽ വെർഷൻ 1 ഹിമാലയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ യൂണിറ്റിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡ് ലൈറ്റും, അല്ലാത്തപ്പോൾ നോർമലി നമ്മുടെ ബ്രേക്ക് ലാമ്പ് യൂണിറ്റും ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു യൂണിറ്റ് മാറിയിട്ട് അത് ഇൻഡിക്കേറ്ററായിട്ട് മാറുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനത്തിനെ പറ്റി ഞാൻ കുറച്ച് നാൾ ഈ ഒരു വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ കളറല്ല, ഇതിൻ്റെ ഒരു ബ്ലാക്ക് വെർഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. നമുക്ക് ഏത് കുഴിയിലോ ഏത് കുളത്തിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിനെ കമ്പനി പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഓണറായിട്ടുള്ള അഖിൽ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു വാഹനം കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന് എത്രത്തോളം മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ കുറേ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഈ ഒരു വാഹനം വാങ്ങിയിട്ട്, പണനഷ്ടമാണോ അല്ലെങ്കിൽ മാനഹാനിയാണോ, എങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അഖിലിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അഖിൽ എന്നാണ് പേര്. അഖിലെ, എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ IT കഴിഞ്ഞ് നാളെ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോവുകയാണ്. IT കഴിഞ്ഞ് ട്രെയിനിങ്ങിന് വേണ്ടി നാളെ പോകാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തിരക്കിൽ നിന്നാണ് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയതിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനം ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കംഫർട്ടാണ്. നമുക്ക് പറഞ്ഞ വിലക്കുള്ള വണ്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഹിമാലയനെക്കാട്ടിലും കാര്യം ഈ ഒരു വാഹനത്തിന്റെ ഇതിന്റെ ഒരു ബ്ലാക്ക് വേരിയന്റ് എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട്. ഞാൻ കുറച്ച് നാളത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വേരിയന്റിൽ നിന്ന് അടിമുടി വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട്. അതിൽ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. കംഫർട്ടാണ്. പഴയ ഹിമാലയനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു വൈബ്രേഷൻ കുറച്ച് കുറവാണ്. ഇതിനകത്ത് ഇപ്പോൾ മാക്സിമം എത്ര ദൂരം വരെ പോയിട്ടുണ്ട്? മാക്സിമം തമിഴ്നാട് വരെ ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സുഖയാത്ര. പുറകെ ഇരിക്കുന്ന ആൾക്ക് ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എത്ര വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട്? മൈലേജ് ഒരു 29 ഇത്ര കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് 30 ആണ്. 29 എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത്? ചേട്ടനാ എനിക്ക് വേണ്ടി എടുത്ത് തന്നിട്ട് പോയതാ. ചേട്ടന് അനിയന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തിട്ട് പോയതാണ്. ചേട്ടൻ ഗൾഫിലാണ്. ഓക്കെ. അപ്പൊ അഖിലാണ് കറന്റ് ഈ വാഹനം ഉപയോഗിക്കുന്നത്. വേറെ ആരെങ്കിലും വീട്ടില് ഉപയോഗിക്കുന്ന ആളുകൾ? വീട്ടുകാരും ഇല്ല, ഞാൻ മാത്രമേ. ചേട്ടൻ എടുത്ത് അന്ന് ചേട്ടൻ ഒട്ടിച്ച് ചേട്ടനെ കൊണ്ട് സോപ്പിട്ട് വണ്ടി കഴിച്ചു. ചേട്ടൻ ഗൾഫിൽ പോയി. ഇപ്പൊ അനിയനാണ് വാഹനം ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വാഹനം എടുത്തിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു വാഹനം നമുക്ക് വേണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ പൈസക്ക് വേറെ ഒരെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് കംഫർട്ടാണ്. ഏത് കുണ്ടും കുഴി വേണമെങ്കിലും കയറി പോകുന്നത്. ഏത് കുണ്ടും കുഴിയിലൂടെ നമുക്ക് ഒരു പ്രശ്നമില്ല, കയറി പോകും. കാര്യം നമുക്ക് ഇത് ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് മനസ്സിലാവും. ഒരു കുഴി കണ്ടു കഴിഞ്ഞാലും ഉറപ്പായിട്ടും എന്തായാലും ഈ കുഴി കൂടെ ഇത് ചാടിപ്പോവും എന്നുള്ള ഒരു വിശ്വാസം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ തമിഴ്നാട് വരെയൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു കളറ് നമ്മുടെ നാട്ടില് കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളറിലെ വാഹനം ഞാൻ ഇതിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇറങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ ഈ ഒരു കളർ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് റെയർ ആയിട്ടുള്ള കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു കളറുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി എടുത്ത സമയത്ത് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു
7-8 മാസമേ ആവുന്നുള്ളൂ. ഇതായിട്ട് പോകുന്ന സമയത്ത് ആളുകൾ ഇത് ഏത് വണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, വണ്ടിയുടെ റേറ്റ് എങ്ങനെയുണ്ട്, പവർ ആണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. എടുക്കാൻ എങ്ങനെ ഉണ്ടെന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കംഫർട്ട് ആണോ നമുക്ക് യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം 2000 കിലോമീറ്റർ അടുപ്പിച്ച് 2700 അടുപ്പിച്ച് ഓടി 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. സെക്കൻഡ് സർവീസ് എനിക്ക് തോന്നുന്നു 5000 കിലോമീറ്റർ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അതിന്റെ ഒരു സർവീസ് എടുത്തപ്പോ തന്നെ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. സർവീസിന് വന്നപ്പോ നമുക്ക് ഒന്നും മാറേണ്ടി വന്നില്ല. സർവീസ് എല്ലാം ഓക്കെ. സർവീസ് അല്ല, ഒരു 1200 റേഞ്ചില് നമുക്ക് സർവീസിനകത്ത് സർവീസ് കോസ്റ്റ് ആയിട്ടുള്ളൂ. 1200 റേഞ്ച്. എനിക്ക് തോന്നുന്നു മെയിൻ സർവീസിന് വരുന്ന 5000. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പനി നൽകുന്ന അല്ലാതെ കുറെ അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഗാർഡ് ആയാലും ഈ ബാക്കിലെ ലഗേജ് റാക്ക് ആയാലും അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പിന്റെ ആയാലും ഇതെല്ലാം നമ്മൾ അഡീഷണൽ വാങ്ങി വെച്ച് ഇതിനെല്ലാം കൂടി എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഞാൻ അത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, ഈ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഇതിന്റെ ഈ ലഗേജ് റാക്ക്, ഗ്ലൈഡേഴ്സ്, ഈ സംഭവങ്ങൾ, പിന്നെ നമ്മുടെ ഹാൻഡ് ഗാർഡ്, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളത്. ഇതിനെല്ലാം കൂടെ എത്ര രൂപ? ഇതിനെല്ലാം കൂടെ ഒരു 10 രൂപ അടുപ്പിച്ചായിരുന്നു. 10,000 രൂപയോളം അടുപ്പിച്ചായിരുന്നു. ഇതിൽ കൂടുതൽ ഇനി അത് കേറാനും ഉണ്ട്. പല സ്ഥലങ്ങളിലും ഇനി കേറാനായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു വാഹനം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തൊരു വാഹനം എന്നുള്ള രീതിയിൽ ഏത് വണ്ടിയായിരിക്കും ചൂസ് ചെയ്യുന്നത്? അടുത്തൊരു വാഹനം എന്ന് പറയുമ്പോൾ ഒരു BMW ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാനാണ്. അതിനി ചേട്ടൻ ഇനി ഗൾഫിൽ നിന്ന് വരണം. അല്ലല്ല, സ്വന്തം കാശിന് എടുക്കാനാണ് ആഗ്രഹം. സ്വന്തം കാശിന് എല്ലാം നടക്കട്ടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഉള്ള വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അതാണ് നമുക്ക് മെയിൻ ആയിട്ടും അറിയേണ്ടത്. വീട്ടുകാര് ആദ്യം ഇച്ചിരി പ്രഷറൊക്കെ ആയിരുന്നു. പിന്നെ വണ്ടിയിൽ ഇരുന്നൊക്കെ നോക്കി യാത്രയൊക്കെ ചെയ്ത് നോക്കിയപ്പോ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ലേഡീസിനും കൂടി കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പഴയ ഹിമാലയനെക്കാളും ഹൈറ്റ് കുറച്ചിട്ടാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അതുകൊണ്ട് തന്നെ പഴയ ഹിമാലയയിൽ ഇരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് എന്തായാലും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീതിയുള്ള സീറ്റാണ്. നമ്മളൊരു കസേരയിലൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു കളറ് സെലക്ട് ചെയ്യാൻ എന്താ കാര്യം? ഇതിപ്പോ പ്രീമിയം അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് ബ്ലാക്കും യെല്ലോയും കൂടെ വരുന്ന ഒരു കളറാണ് വരുന്നത്. ഇതിപ്പോ ഈ ഒരു കളർ എടുക്കാനുള്ള കാര്യം എന്താ? കളർ എടുക്കാനുള്ള കാര്യം മറ്റേ എല്ലാം വൈറ്റും ബ്ലാക്കും എല്ലാ വണ്ടിക്കും ഇതങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രീമിയവും ടോപ്പ് എൻഡും ഈ ഒരു കളറും തമ്മിൽ ഏകദേശം ഒരു 10,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഞാനത് ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ? എനിക്ക് ഈ ഒരു ബ്ലാക്കിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കളറാണ്. ഞങ്ങൾ രാവിലെ കണ്ടിരുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ ഒരു കളർ വണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ റോഡിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ അന്നേരം തന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മൾ ഇനി ഒരു ഓഫ് റോഡ് പോകുമ്പോഴൊക്കെ ഇനി ഇതിന്റെ സാഡിൽസ് എല്ലാം വെക്കാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സാഡിൽസ് ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് എല്ലാവരും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വാങ്ങിച്ച് സെറ്റ് ചെയ്യാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇനി സാഡിൽ സ്റ്റേയും കൂടെ വരുന്നതായിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലാമ്പ് യൂണിറ്റും വരുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഒന്ന് ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ പൊട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ലാമ്പും പോയി. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇൻഡിക്കേറ്റർ മാത്രമല്ല, രണ്ടും കൂടെ ഒരുമിച്ച് മാറാല്ല. അതൊരു പോയിന്റ് ആണ്, രണ്ടും കൂടെ ഒരുമിച്ച് മാറാറുള്ളത്. അപ്പോൾ നമ്മൾ അത്രത്തോളം കെയർ ചെയ്താണ് ആ ഒരു വാഹനം കൊണ്ടു നടക്കുന്നത്. അങ്ങനെ എനിക്കറിയാം. കാര്യം ഈ ഒരു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആക്കി കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3000 കിലോമീറ്ററിന് അടുപ്പിച്ചായി. സാധാരണ ഒരു വണ്ടിയിൽ കാണുന്ന ലൈൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ ആ തുണിയിൽ നിന്നൊക്കെ മൈക്രോ ഫൈബർ ക്ലോത്തിനകത്തു നിന്നൊക്കെ ചെറിയ ലൈൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. കാര്യം PPF ഓൾറെഡി വണ്ടി എടുത്തപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്.
ഏകദേശം അതിന് PPF എത്ര രൂപയായി? ഒരു 3,500 റേഞ്ച്. ടാങ്ക് മാത്രമേ ഫുള്ളായിട്ട് ചെയ്തില്ല, ടാങ്ക് മാത്രം ചെയ്തപ്പോൾ ഏകദേശം 3,500 രൂപയായി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അല്ലേ? നമ്മൾ വെയില് എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് വരാൻ, കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാൻറ്റിൽ നിന്നോ ഒക്കെ ഈ ഒരു ടാങ്കിന്റെ ഈ ഒരു ഭാഗമൊക്കെ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ PPF ചെയ്തു. PPFനകത്ത് ഉറവ് വന്നു കഴിഞ്ഞാലും വെയിൽ കെട്ടുമ്പോൾ അതങ്ങ് പൊക്കോളും. അതല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ PPF അങ്ങ് കീറി കളഞ്ഞാൽ കമ്പനി പെയിന്റിങ് കളയണ്ട അല്ലേ? അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ നമ്മളെല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത BMW മാറുന്നതെന്ന് പറഞ്ഞു. അതായത് ചേട്ടനും കൂടെ കനിയണം. വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ അനിയനെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ ഉടനെ ഇല്ല, ഇത് അത്യാവശ്യം ഒന്ന് ഓടി ഒരു 10-35,000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് BMW മാറാം അല്ലെ? ഇപ്പൊ വേറെ ഏതെങ്കിലും വണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ ബൈക്ക്? ഇല്ല, ബൈക്ക് ഒരു ആക്റ്റീവ ഉണ്ട്. അതായത് വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്റ്റീവ ഉണ്ട്. അത് കൂടാതെ നമ്മുടെ സന്തോഷത്തിന് ഒരു ഹിമാലയനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു വണ്ടി ഇന്ന് റോഡിലേക്ക് ഇറക്കിയ സമയത്ത് കറക്റ്റ് എത്ര രൂപയായിട്ടുണ്ട്? കറക്റ്റ് 3,70,000 രൂപ പറഞ്ഞത്. 3,60,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 3,60,000 രൂപ അടച്ചാണ് വണ്ടി റോഡ്. 3,60,000 രൂപയുടെ മുതലാണ് ഈ ഇരിക്കുന്നത് അല്ലെ? എനിക്ക് തോന്നുന്നു പഴയ ഹിമാലയനെക്കാട്ടിൽ ഏകദേശം ഒരു 45,000-50,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അതായത് ജനറേഷൻ 1ഉം 2ഉം ആയിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു 2 ആണ്, സെക്കൻഡ് ജനറേഷൻ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടച്ചിൻ്റെ ഓണറായിട്ടുള്ള സണ്ണിയോട് ഞാൻ രാവിലെ ഈ ഒരു വണ്ടി അവിടെ വാഷ് ചെയ്തു. അപ്പോൾ ഞാൻ സണ്ണിയോട് പറഞ്ഞു ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ സണ്ണി എന്നോട് പറഞ്ഞു പഴയ ഹിമാലയൻ ഉണ്ടല്ലോ കൊക്കിൻ്റെ കണക്കായിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പഴയ ഹിമാലയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല, ഓരോ ആൾക്കാരുടെ ഓരോ വ്യൂ പറഞ്ഞതാണ്. ഇപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി വേറൊരാൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അഖിലെ, ഈ ഒരു മിക്കവരും ഇനി എന്നോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, ഈ ക്രാഷ് ഗാർഡ്, ഈ ലഗേജ് റാക്ക്, സാഡിൽസ്, ഫുഡ് സ്റ്റെപ്പ്, ഇതെല്ലാം എവിടെ നിന്ന് വാങ്ങിയെന്നായിരിക്കും എന്നോട് ചോദിക്കാൻ പോകുന്നത്. എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഇതെല്ലാം അഖിൽ വാങ്ങിയതാണ്. അഖിലിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അഖിലിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അഖിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മളിതെല്ലാം ഓൺലൈൻ വാങ്ങിയതല്ലേ? ഓൺലൈൻ കൊല്ലത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. കുറച്ചൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഓൺലൈനിൽ വാങ്ങി, കുറച്ച് നമ്മളൊരു കൊല്ലത്തു നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൊല്ലത്തെ ആ ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഒരു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അഖിലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അഖിലിനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ അഖിൽ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഈ വാഹനമായിട്ട് ഒരുപാട് സേഫായിട്ട് യാത്രകൾ ചെയ്യുക. ഓവർ സ്പീഡൊന്നും ചെയ്യാതെ, കാര്യം ഓവർ സ്പീഡിൽ പോകാൻ നമുക്ക് തോന്നുന്നില്ല. ഒരു 50-60 റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാക്സിമം സുഖം കിട്ടും. കാര്യം പഴയ ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയേണ്ട കാര്യമില്ല. 60-ന് മേളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ വിറയ്ക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ സേഫായിട്ട് യാത്ര ചെയ്യുക. അപ്പോൾ വിളിച്ചപ്പോൾ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.